ശബരിമലയിലെ തിരക്കിനെ തുടർന്ന് ഇടത്താവളങ്ങളിലും വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയം കുമളി റൂട്ടിൽ ദേശീയപാതയിൽ തീർത്ഥാടകരുടെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത്. കോട്ടയം മുണ്ടക്കയത്ത് വാഹനങ്ങൾ പോലീസ് തടയുന്നതിനെതിരെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകർ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ജോസി ബാബു ചേരുകയാണ്. ജോസി, പ്രത്യേകിച്ച് അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്ന് അവിടെ നിന്നും അഖിലും റിപ്പോർട്ട് ചെയ്യുന്നു. ഇടത്താവളങ്ങളിലെ ഒരു സ്ഥിതി എന്താണ്? അജി, ശബരിമലയിൽ അനിയന്ത്രിതമായ തിരക്ക് തുടരുന്ന സാഹചര്യത്തിലാണ് ഇടത്താവളങ്ങളിൽ ഇപ്പോൾ പോലീസ് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും മുണ്ടക്കയം, എരുമേലി, പൊൻകുന്നം, പാല, ഏറ്റുമാനൂർ അടക്കമുള്ള ഇടത്താവളങ്ങളിലെല്ലാം തന്നെ വലിയ വാഹന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ മടങ്ങി വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും ഇനി ഈ ഇടത്താവളങ്ങളിൽ നിന്നും വാഹനങ്ങൾ അങ്ങോട്ട് അയക്കൂ എന്നുള്ള നിലപാടിലാണ് പോലീസ്. ഇതിനെതിരെയാണ് ഇന്ന് രാവിലെ മുണ്ടക്കയത്ത് ഒരു സംഘം തീർത്ഥാടകർ പ്രതിഷേധിച്ചത്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. 2 മണിക്കൂറോളം നേരം ദേശീയപാത 183 കോട്ടയം കുമളി റൂട്ടിൽ ഗതാഗത തടസ്സവും ഉണ്ടായി. ഈ ഭാഗത്തൊക്കെയും വലിയ വാഹനങ്ങളുടെ നീണ്ട നിര അനുഭവപ്പെടുന്നുമുണ്ട്. എന്തായാലും 2 മണിക്കൂറിന് ശേഷം 8:30 തീർത്ഥാടകർ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എന്തായാലും പരമാവധി തീർത്ഥാടകരെയും ഈ തിരക്കിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. മറ്റു തരത്തിലുള്ള ഒരു ബലപ്രയോഗത്തിലൂടെ അവരെ നിയന്ത്രിക്കുന്നത് പ്രായോഗികമല്ല എന്ന് പോലീസിന് അറിയാം. അതുകൊണ്ട് തന്നെ അവരോട് തിരക്കിന്റെ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചുകൊണ്ട് അവരുടെ അയ്യപ്പ തീർത്ഥാടകരുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് തിരക്ക് കുറയുന്ന മുറയ്ക്ക് വാഹനങ്ങൾ കയറ്റിവിടാമെന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇപ്പോൾ പലരും പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ തിരക്കാണ് ഈ മുണ്ടക്കയം, എരുമേലി അടക്കമുള്ള പ്രധാന ഇടത്താവളങ്ങളിലൊക്കെയും അനുഭവപ്പെടുന്നത്. അജി, ശബരിമല ഇടത്താവളങ്ങളിൽ വലിയ നിയന്ത്രണമാണ് ഉള്ളത്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ജോസി ബാബു.